ഹലോ നമസ്തേ. ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല കേട്ടോ പറയുന്നത്. നോർമലി നമ്മൾ സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, യോഗ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് സ്വതവേ തന്നെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. സോ എനിക്കും അതേപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു രീതിയിൽ കൂടി. സോ നമുക്കത് ഉപകാരപ്പെടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അറിയാനിടയായിട്ടുള്ള പഠിക്കാനിടയായ ഒരു വാക്ക് നിങ്ങളിലേക്ക് കൂടി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്ന ഒരു വാക്ക് പദമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു വാക്കാണ്. നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ലെവലിൽ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ അതിലെ ഒരു വാക്കാണ് ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു വാക്ക്. സോ ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് അല്ലെങ്കിൽ വെരി ലിറ്റിൽ എന്നാണ് ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ഹാർഡ്ലി സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. അതായത് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് മാത്രമേ ഉറങ്ങിയുള്ളൂ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാ ഒരു നോർമൽ ഇംഗ്ലീഷിൽ ഒരു ബേസിക് ലെവൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ സ്ലെപ്റ്റ് വെരി ലിറ്റിൽ ലാസ്റ്റ് നൈറ്റ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി ഒരു നല്ല ഒരു ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവൈസേഷൻ ആയിട്ടുള്ള ഒരു വേർഡാണ് ഹാർഡ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാർഡ്ലി സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. സോ ഇങ്ങനെയുള്ള കുറച്ച് വേർഡുകൾ നമ്മൾ വൊക്കാബുലറീസ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഡെയിലി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും കാണുന്നവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കിഷ്ടമാണ് ഈ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതും സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. നമസ്തേ.